Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നമുക്ക് നമ്മൾ സ്കൂളിൽ 3rd യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആദ്യത്തെ 2 യൂണിറ്റാണ് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് വരുന്നത്. എന്നാൽ 3rd and 4th യൂണിറ്റിലാണ് നമ്മൾ സെക്കൻഡ് ടേം എക്സാമിന് 90% ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 3rd യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് അല്ലെങ്കിൽ ഡബ്ബാവാലാസ് എന്ന് പറയുന്നത്. സാഗ എന്ന് പറയുന്നത് ഒരു ഹീറോയിക് സ്റ്റോറി എന്നാണ് സാഗ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. സോ നമ്മൾ ടിഫിൻ കാരിയേഴ്സിന്റെ മുംബൈയിലെ ഡബ്ബാവാലാസ് എന്നറിയപ്പെടുന്ന ടിഫിൻ കാരിയേഴ്സിന്റെ കഥയാണ് ഇവിടെ പഠിക്കുന്നത്. ഈ ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഏതൊരു ചാപ്റ്റർ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ തന്നിരിക്കുന്ന സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്, ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കത് മനസ്സിലായോ, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ എത്രത്തോളമാണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചാപ്റ്ററിൽ ആ ചോദ്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പരിശോധിക്കാം. ഓക്കെ, സോ നമുക്ക് ഓരോ ചോദ്യങ്ങളായി വളരെ കൃത്യമായി അനലൈസ് ചെയ്യാം. ഇതുകൊണ്ട് നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആവും. ഈ 11 ക്വസ്റ്റ്യൻസ്, അതെ 11 ചോദ്യങ്ങളുണ്ട്. ഈ 11 ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുമ്പോഴേക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ടാവും. ഒന്നാമത്തെ ചോദ്യം, വാട്ട് യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മുംബൈ മേക്ക് ദ ഡബ്ബാവാലാസ് എസെൻഷ്യൽ. നമുക്ക് ഡബ്ബാവാലാസ് ആരാണ്? ഈ ഡബ്ബാവാലാസ് എന്ന് പറയുന്നത് മുംബൈയിലെ ഈ എംപ്ലോയീസിന്റെ, ജോലിക്കാരായ ആളുകളുടെ വീട്ടിൽ നിന്ന് ഹോം കുക്ക്ഡ് ആയിട്ടുള്ള മീൽസ്, വീട്ടിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ വർക്ക് പ്ലേസിലേക്ക് എത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡബ്ബാവാലാസ് എന്ന് വിളിക്കുന്നത്. ചോദ്യം ഇതാണ്, മുംബൈ എന്ന് പറഞ്ഞ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ സവിശേഷതകളാണ് ഈ പറയുന്ന ഡബ്ബാവാലാസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടത്തെ, എന്ന് പറഞ്ഞ ഒരു വർക്ക് ഫോഴ്സിനെ എസെൻഷ്യൽ ആക്കുന്നത്, നിർബന്ധമാക്കി തീർക്കുന്നത്? ഒന്നിലധികം ഉത്തരങ്ങളുണ്ട്, ശ്രദ്ധിച്ചോളൂ. മുംബൈസ് ഹൈ ലാൻഡ് പ്രൈസസ്. ഒന്നാമത്തെ കാര്യം, മുംബൈയിലെ ലാൻഡ് പ്രൈസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ നഗരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തൊട്ടടുത്ത് വീട് വെച്ച് താമസിക്കാനൊന്നും പറ്റില്ല. ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിങ്, മാത്രമല്ല മുംബൈയിലെ ജീവിത ചിലവുകൾ, കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലായതുകൊണ്ട് മേക്ക് ഇറ്റ് ഇംപോസിബിൾ ഫോർ എംപ്ലോയീസ് ടു ലിവ് നിയർ ദർ വർക്ക് പ്ലേസസ്. ഈ എംപ്ലോയീസിന്, ജോലിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വർക്ക് പ്ലേസിനടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? താമസിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അവിടെ വീട് വെച്ച് താമസിക്കാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഓർ ഈറ്റ് ഡൗൺ ടൗൺ ഈറ്ററീസ്. മാത്രമല്ല അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലായതുകൊണ്ട് ഡൗൺ ടൗൺ എന്ന് വെച്ചാൽ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഈറ്ററീസിൽ നിന്ന്, ഭക്ഷണശാലകളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ എന്താ ചെയ്യാം? Moreover, Mumbai's diverse population has varied food preferences. മാത്രമല്ല ഈ മുംബൈയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. സോ അവരുടെ ഈ പറയുന്ന ഫുഡ് പ്രിഫറൻസസ് വ്യത്യസ്തമായിരിക്കും, വാരീഡ് ആയിരിക്കും, ഭയങ്കര ഡൈവേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഇവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മുംബൈയിൽ എന്ത് കിട്ടാനുമില്ല? ഭക്ഷണം കിട്ടാനുമില്ല. അപ്പം പിന്നെ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? ഹോം കുക്ക്ഡ് മീൽസ് വീട്ടിൽ നിന്ന് വർക്ക് പ്ലേസിലേക്ക് എത്തിക്കുക. അപ്പോൾ ആര് ഇമ്പോർട്ടൻ്റ് ആവും? ഈ പറയുന്ന ഡബ്ബാവാലാസ് ഇമ്പോർട്ടൻ്റ് ആവും. ദീസ് ഫാക്ടേഴ്സ് മേക്ക് ഡബ്ബാവാലാസ് എസെൻഷ്യൽ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ സം ഓഫ് ദ ചാലഞ്ചസ് ദ ഡബ്ബാവാല സിസ്റ്റം, അല്ലെങ്കിൽ വാട്ട് ആർ ദ സം ഓഫ് ഈ ഡബ്ബാവാല സിസ്റ്റത്തിന്റെ ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്? കുറച്ചധികം വെല്ലുവിളികളുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന മുംബൈ എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ളൊരു ടൗൺ ആണ്, അല്ലെങ്കിൽ ബിസി ആയിട്ടൊരു സിറ്റിയാണ്. ആ സിറ്റിയുടെ ഉള്ളിൽ കൂടിയാണ് ഈ പറയുന്ന കമ്മ്യൂട്ടേഷൻ മുഴുവൻ എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. നോക്കാം. ദ ഡബ്ബാവാലാസ് ഹാവ് ടു ഹസിൽ ഓൺ ബോർഡ് ദ കമ്മ്യൂട്ടർ ട്രെയിൻസ്. ഒന്നാമത്തെ പ്രശ്നം, ഇവർ ഈ പ്രധാനപ്പെട്ട കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷനൊക്കെ നടത്തുന്നത് കമ്മ്യൂട്ടർ ട്രെയിൻസിലാണ്. കമ്മ്യൂട്ടർ ട്രെയിൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആളുകൾ ഈ ഡെയിലി യാത്രകൾക്ക് ഉപയോഗിക്കുന്ന, വളരെ അടുത്ത് എന്താ പറയുക, യാത്ര തുടങ്ങി അവസാനിപ്പിക്കുന്ന ട്രെയിനുകളാണ് നമ്മൾ കമ്മ്യൂട്ടർ ട്രെയിൻസ് എന്ന് പറയാം. ഇത് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളല്ല, കമ്മ്യൂട്ടർ ട്രെയിൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാം മുംബൈയിലെ കമ്മ്യൂട്ടർ ട്രെയിൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാല് വെക്കാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ളിൽ കൂടെ എന്ത് ചെയ്യണം? ഈ ഡബ്ബാസുമായിട്ട് ഇവർക്ക് ട്രാവൽ ചെയ്യണം. ദ ഡബ്ബാവാലാസ് ഹാവ് ടു ഹസിൽ എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച് കയറുക, ഓൺ ബോർഡ് ഇതിനകത്ത് കയറുക. എന്തിനകത്ത്? കമ്മ്യൂട്ടർ ട്രെയിൻസിൽ. റഷ് ഓഫ് ടെർമിനസസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ട്രെയിൻ സ്റ്റോപ്പ് അവസാനിക്കുന്ന സ്ഥലമാണ്. ടെർമിനസസ് എന്ന് പറഞ്ഞാൽ ടെർമിനസിന്റെ പ്ലൂറലാണ്. ആൻഡ് ട്രോട്ട് ത്രൂ ക്രൗഡഡ് റോഡ്സ്. എന്നിട്ടോ ഈ ആളുകൾ നിറഞ്ഞ റോഡിലൂടെ ഇവർക്ക് ഇങ്ങനെ ട്രോട്ട് ത്രൂ വെച്ചാൽ വേഗത്തിൽ എനർജറ്റിക് ആയിട്ട് നടക്കണം. ക്യാരിയിങ് കോഫിൻ സൈസ്ഡ് ക്രേറ്റ്സ് ലാഡൻ വിത്ത് ലഞ്ചസ്. അവര് ചുമ്മാ നടന്നാൽ പോരാ, അവരെന്തുകൂടെ ക്യാരി ചെയ്യണം? കോഫിൻ സൈസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ശവപ്പെട്ടി വലുപ്പമുള്ള പെട്ടികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രേറ്റ്സും തൂക്കി അവർക്ക് എന്ത് ചെയ്ത് നടക്കണം? ലാഡൻ വിത്ത് ലഞ്ചസ്. ലാഡൻ എന്ന് വെച്ചാൽ അവർ നിറഞ്ഞ്, അതിൽ നിറയെ എന്തുണ്ട്? ലഞ്ചസ് ഉണ്ട്.
ഓക്കെ, ലഞ്ച് ബോക്സസ് ഉണ്ട്, ടിഫിൻസ് ഉണ്ട്. മൂവിങ് ഓൺ. Who was the first person to seek the services of a ഡബ്ബാവാല? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന ഡബ്ബാവാല സിസ്റ്റം എവിടെ നിന്നാണ് തുടങ്ങിയത്, ഇതെങ്ങനെയാണ് ഇനീഷ്യേറ്റ് ചെയ്തത്, ഇതിൻ്റെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു, ആരായിരുന്നു ഈ ഡബ്ബാവാല സിസ്റ്റത്തിൻ്റെ എന്താ പറയുക സീക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സഹായം സ്വീകരിച്ച ആദ്യത്തെ ആള്? An old Parsi lady from the suburb of ദാദർ. അതിനുള്ള ഉത്തരം ഏറ്റവും സിമ്പിളായി ദാദർ എന്ന് പറഞ്ഞാൽ മുംബൈയിലെ ഒരു സ്ഥലമാണ്, മഹാരാഷ്ട്രയിലെ സ്ഥലമാണ്. അവിടുത്തെ ഒരു ഓൾഡ് പാസി ലേഡിയാണ് അല്ലേ. സബർബ് എന്ന് വെച്ചാൽ അർബന്റെ പുറത്തുള്ള, നഗരത്തിന്റെ പുറത്തുള്ള, ദാദർ നഗരത്തിന്റെ പുറത്തുള്ള എന്നുള്ള അർത്ഥത്തിലാണ് സബർബ്, പ്രാന്തപ്രദേശം എന്ന് മലയാളത്തിൽ പറയും. സോ an old Parsi lady from the suburb of Dadar was the first person who sought എന്ന് പറഞ്ഞാൽ സീക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, the service of a ഡബ്ബാവാല. ഓക്കെ, അതിന്റെ കഥ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ റേഞ്ച് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ദ ഡബ്ബാവാല സിസ്റ്റം ഇൻ മുംബൈ നൗ? അല്ലെ, മുംബൈയിലെ ഈ ഡബ്ബാവാല സിസ്റ്റത്തിന്റെ റേഞ്ച് ആൻഡ് എക്സ്റ്റെന്റ് എന്താണ്, അത് എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നുണ്ട്, എത്ര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ശൃംഖലയാണത് എന്നാണ് ചോദ്യം. നോക്കൂ, the Mumbai Dabbawala system has won the admiration of international business schools and even of Prince Charles of England. Around 5,000 Dabbawalas work by the system and they have more than 2 lakh customers. ആദ്യം നിങ്ങൾ വിട്ടേക്കൂ, ഇതാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. Around 5,000 Dabbawalas work by the system. ഈ സിസ്റ്റത്തിൽ ഏകദേശം 5000-ഓളം ഡബ്ബാവാലാസ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് മോർ ദാൻ 2 lakh കസ്റ്റമേഴ്സ്. മുംബൈ നഗരത്തിൽ അവർക്ക് 2 ലക്ഷത്തിലധികം എന്തുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5. Why, according to you, did the Dabbawalas earn recognition and admiration from international business schools? ഇതൊരു പേഴ്സണൽ ചോദ്യമാണ്, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ എവിടെ നിന്ന് പിക്ക് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പിക്ക് ചെയ്യാം. നോക്കൂ, എന്താണ് ചോദ്യം? വൈ അക്കോർഡിംഗ് ടു യു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഡിഡ് ദ ഡബ്ബാവാലാസ് ഏൺ റെക്കഗ്നിഷൻ ആൻഡ് അഡ്മിറേഷൻ? ഡബ്ബാവാലാസ് എങ്ങനെയാണ് ഈ പറയുന്ന റെക്കഗ്നിഷൻ, അംഗീകാരം, അഡ്മിറേഷൻ, ആരാധന നേടിയത് ഫ്രം ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾസ് അല്ലെ, അന്താരാഷ്ട്ര ബിസിനസ് സ്കൂൾസ് ഉൾപ്പെടെ എങ്ങനെയാണ് ഈ സിസ്റ്റം അഡ്മിറേഷനും റെക്കഗ്നിഷനൊക്കെ നേടിയത്, അച്ചീവ് ചെയ്തത് എന്നാണ് ചോദ്യം. നോക്കൂ, നമുക്ക് ഇങ്ങനെ ഉത്തരം കൊടുക്കാം. From the humble beginning of the Dabbawalas, they have grown into a huge network. നോക്കൂ, ഡബ്ബാവാലാസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം തുടങ്ങിയത് വളരെ ഹംപിൾ ആയിട്ടുള്ള, വളരെ എളിമയോട് കൂടിയുള്ള ഒരു തുടക്കമാണ്. എന്നാൽ പിന്നീട് അതൊരു ഹ്യൂജ് നെറ്റ്വർക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു, വളരുന്നു. ആൻഡ് ദർ ഇൻക്രെഡിബിൾ എഫിഷ്യൻസി ആൻഡ് അക്യുറസി അല്ലെ, അവരുടെ എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമത, അവരുടെ ആക്യുറസി, അവരുടെ കൃത്യത ഇൻ സർവീസ് അല്ലെ, അവരുടെ സർവീസിൽ അവർ കൃത്യമായിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എഫിഷ്യൻസിയും ആക്യുറസിയും നിലനിർത്തി പോന്നിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹാവ് ഏൺ ദ അഡ്മിറേഷൻ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾസ്. ഓക്കെ, ഇതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. അടുത്തത്, ഡു ദ ഡബ്ബാവാലാസ് സപ്പോർട്ട് ഫാസ്റ്റ് ഫുഡ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ഡബ്ബാവാലാസ് ഫാസ്റ്റ് ഫുഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവര് ഹോം കുക്ക്ഡ് മീൽസ് ആണ് ഡെലിവർ ചെയ്യുന്നത്, പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. നമുക്ക് അതിന് ആൻസർ കൊടുക്കാം. No. Yes or no question ആണ്. No. The Dabbawalas do not support fast food. When they were asked about the fast food, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഈ പറയുന്ന ഡബ്ബാവാലാസിന്റെ ആളുകളോട്, ഡബ്ബാവാല സിസ്റ്റത്തിന്റെ ആളുകളോട് ഈ പറയുന്ന അസോസിയേഷൻ പ്രസിഡന്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫാസ്റ്റ് ഫുഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ദർ ഡിസ്കറേജിങ് ആൻസർ, അവർ വളരെ ഡിസ്കറേജിങ് ആയിട്ടുള്ള ആൻസർ ആണ് കൊടുത്തത്. വാസ് ദാറ്റ് യു കുഡന്റ് ലിവ് ഓൺ ഫാസ്റ്റ് ഫുഡ് അല്ലെ, നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡിൽ ജീവിച്ചു തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പെർസ്പെക്റ്റീവ്. നെക്സ്റ്റ്, how do the Dabbawalas ensure the punctuality of the customers? ആലോചിക്കണേ, കസ്റ്റമേഴ്സിന്റെ പങ്ക്ച്വാലിറ്റി എങ്ങനെയാണ് ഡബ്ബാവാലാസ് എൻഷുർ ചെയ്യുന്നത്? അതായത് ഒരു കസ്റ്റമർ വൈകി കഴിഞ്ഞാൽ ഇത് മൊത്തം സിസ്റ്റത്തെ ബാധിക്കും. അപ്പോൾ അതവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നോക്കൂ, ഇഫ് എ കസ്റ്റമർ ഇസ് ലേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഒരു കസ്റ്റമർ ആദ്യത്തെ തവണ ലേറ്റ് ആവുകയാണെങ്കിൽ ഹി വിൽ ഗെറ്റ് വൺ മോർ ചാൻസ്. ആ കസ്റ്റമറിന് ഒരു ചാൻസ് കൂടെ കിട്ടും, പിറ്റേ ദിവസം കൃത്യസമയത്ത് ഓൺ ടൈമിൽ അല്ലെങ്കിൽ ഇൻ ടൈമിൽ, അല്ലെ ഓൺ ടൈം എന്ന് വെച്ചാൽ കൃത്യസമയത്ത്, ഇൻ ടൈം സമയത്തിനകത്ത്. പക്ഷേ ഇഫ് ഹി ഓർ ഷീ ഈസ് ലേറ്റ് അഗെയിൻ, പക്ഷെ വീണ്ടും ലേറ്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് കസ്റ്റമർ വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ കസ്റ്റമർ ലിസ്റ്റ് ഓഫ് ദി ഡബ്ബാവാലാസ്. ആ കസ്റ്റമറിനെ എന്ത് ചെയ്യും, കസ്റ്റമർ ലിസ്റ്റ് നിന്ന് റിമൂവ് ചെയ്യും. അത്രയും എന്താ പറയാ, പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് ആണ്, പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇവർ റൺ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഹൗ ആർ ദ ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് ഓൺ ദ ടിഫിൻ കാരിയേഴ്സ് സിഗ്നിഫിക്കൻറ്റ്? ഈ പറയുന്ന ടിഫിൻ കാരിയേഴ്സിന്റെ മുകളിൽ നമുക്കൊരു ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് ഇവർ ചെയ്യുന്ന കാണാം. എന്താണ് ഈ ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് വെച്ചാൽ? ഒന്നുമില്ല, ആൽഫ എന്ന് വെച്ചാൽ ആൽഫബറ്റ്സ് ആണ്, ലെറ്റേഴ്സ് ആണ്, ന്യൂമറിക്കൽസ് വെച്ചാൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ പറയുന്ന ടിഫിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ടിഫിൻ കാരിയേഴ്സിന്റെ മുകളിൽ ഈ പറയുന്ന ആൽഫബറ്റ്സും നമ്പേഴ്സും ചേർന്ന ഒരു കോമ്പിനേഷൻ ഇവർ മാർക്ക് ചെയ്യാറുണ്ട്. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് നോക്കൂ. The alpha numerical markings on every tiffin carriers are significant. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബിക്കോസ് ദേ ഇൻഡിക്കേറ്റ്, അതെന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ലൊക്കേഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ് ഫ്ലാറ്റ്, ദെൻ ചേഞ്ചിങ് പോയിന്റ്സ്. ഇത് ഒരാൾ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് വൈ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നേരിട്ട് എത്തിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് എക്സ് എന്ന് എടുക്കുന്നു, വൈയിൽ ഒരാളേക്ക് എത്തിക്കുന്നു, അവിടുന്ന് സെഡ് എന്ന് അടുത്ത ആൾ ക്യാരി ചെയ്യുന്നു, ദെൻ എന്നിട്ടാണ് തൊട്ടടുത്ത പോയിന്റിലേക്ക് ഇത് എത്തുന്നത്. അപ്പോൾ ഈ ചേഞ്ചിങ് പോയിന്റ്സ് ഇതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഡെലിവറി പോയിന്റ്സ് ആൻഡ് ദ ഡബ്ബാവാലാസ് ഇൻവോൾവ്. ഏതൊക്കെ ഡബ്ബാവാലയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഇതൊക്കെ ഈ പറയുന്ന ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സിൽ എവിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ the dabbawalas undergo rigorous training before they join the system. നോക്കൂ, നിങ്ങൾക്കൊരു ഡബ്ബാവാല ആവണമെങ്കിൽ അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. നേരെ മറിച്ച് യു ഹാവ് ടു ഗോ ത്രൂ എ റിഗറസ് ട്രെയിനിങ് പ്രോഗ്രാം. വളരെ റിഗറസ് ആയിട്ടുള്ള, വളരെ കാഠിന്യമേറിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ പങ്കെടുക്കണം. Do you think such training is essential to ensure the efficiency of any system? Why? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനിങ് ഇതുപോലൊരു സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമത ഉറപ്പുവരുത്താൻ ഇമ്പോർട്ടൻ്റ് ആണ്? വൈ? എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? നോക്കൂ, യെസ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം, അല്ലെങ്കിൽ എൻ്റെ ഉത്തരം. റിഗറസ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസ് ഓഫ് എനി സിസ്റ്റം ഇസ് എസെൻഷ്യൽ ടു ഫങ്ഷൻ ഇറ്റ് പ്രോപ്പർലി. ഏതൊരു സിസ്റ്റവും വളരെ പ്രോപ്പറായിട്ട്, മെറ്റിക്കുലസ് ആയിട്ട്, ഫുൾ പ്രൂഫ് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് എംപ്ലോയീസിന് കൃത്യമായ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. The employees have to deal courteously with customers. അല്ലേ? ഈ എംപ്ലോയീസിന് വളരെ കേർട്ടസ്ലി, വളരെ മാന്യമായ രീതിയിൽ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാനുള്ളതാണ്. ആൻഡ് ദേ കനോട്ട് ബി അൺകൂത്ത് ഓർ ഡ്രങ്ക്. സോ അവർക്ക് മോശമായ രീതിയിൽ, അൺകൂത്ത് വെച്ചാൽ വളരെ മോശമായ രീതിയിൽ, ബാഡ് മാനർ അല്ലെങ്കിൽ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പാടില്ല. ഓർ ഡ്രങ്ക്, അല്ലേ, വെള്ളം അടിക്കാൻ, മദ്യപിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അതേ സെന്റൻസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, who was E.L. Paulo and what was his experience with the Dabbawalas? ആരായിരുന്നു E.L. Paulo and അദ്ദേഹത്തിന്റെ ഡബ്ബാവാലാസുമായിട്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? E.L. Paulo was director and secretary of the Textile Export Promotion Council. So Textile Export Promotion Councilന്റെ ഡയറക്ടറും then സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു E.L. Paulo. He opined that, അദ്ദേഹം അഭിപ്രായപ്പെട്ടു, the service of the Dabbawalas was wonderful and reliable. അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഡബ്ബാവാലാസിന്റെ സർവീസ്, അവരുടെ സേവനം ഗംഭീരമാണെന്നും റിലയബിൾ ആണെന്നും വിശ്വസനീയമാണെന്നുമാണ്, ഡിപ്പെൻഡബിൾ ആണെന്നുമാണ്. His own experience was that in his 10 years of dealing with the Dabbawalas, they have never once missed his tiffin carrier. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം ഈ സേവനം, ഈ സർവീസ് അവൈൽ ചെയ്യുന്ന ആളാണ്. ആ 10 വർഷത്തിൽ ഒരിക്കൽ പോലും ഈ ഡബ്ബാവാലാസ് ടിഫിൻ കാരിയർ മിസ് ചെയ്തിട്ടില്ല എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് brings us to the last question. What special recognition did the Dabbawalas receive from Prince Charles of England and what might have impressed him about the system? So എന്ത് അംഗീകാരമാണ് ഈ പ്രിൻസ് ചാൾസ് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്? ആൻഡ് എന്തായിരിക്കും അദ്ദേഹത്തിന് ഈ സിസ്റ്റത്തിൽ ഇംപ്രസ് ആക്കാനുള്ള കാരണം? The Dabbawalas received a letter of appreciation from Prince Charles of England for their flawless service system. ഇതാണ്, അതായത് അത് അവരുടെ ഒരു തെറ്റുമില്ലാത്ത, അല്ലെ, ഫ്ലോ എന്ന് വെച്ചാൽ തെറ്റ്, മിസ്റ്റേക്ക് എന്നാണ്, കോൺ എന്നാണ്. എന്നാൽ ഫ്ലോലെസ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ലാത്ത, ഒരു മിസ്റ്റേക്കുമില്ലാത്ത, ഫോൾട്ടും ഇല്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. ഫ്ലോ മീൻസ് ഫോൾട്ട് ആണ്. ഓക്കെ, ഫ്ലോലെസ് സർവീസ് സിസ്റ്റത്തിന് ഈ പറയുന്ന ഡബ്ബാവാലാസ് ഒരു ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ പ്രിൻസ് ചാൾസ് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. The prince might have been impressed by the system. പ്രിൻസ് ഇതിലായിരിക്കാം ഇംപ്രസ്ഡ് ആയിട്ടുണ്ടാവുക, ഈ സിസ്റ്റത്തിലായിരിക്കാം ഇംപ്രസ്ഡ് ആയിട്ടുണ്ടാവുക. because it was a wide network and entirely grassroots generated. അത് ഇത്രയും ഒരു വൈഡ് നെറ്റ്വർക്ക് ആയിട്ടും അത് ഫ്ലോലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ഗ്രാസ് റൂട്ട് ജനറേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു വലിയ ശൃംഖലയായ, ഒരു വലിയ നെറ്റ്വർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ആയതുകൊണ്ട് കൂടെ ആയിരിക്കാം ഈ പറയുന്ന പ്രിൻസ് ചാൾസിന്റെ കയ്യിൽ നിന്ന് ഈ റെക്കഗ്നിഷൻ അവർക്ക് കിട്ടാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിലെ 11 ചോദ്യങ്ങൾ, അല്ലെ,
K വരെ 11 ചോദ്യങ്ങളുണ്ട്. വലിയ ചോദ്യങ്ങളാണെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവില്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷേ ഈ ചാപ്റ്റർ എടുക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ റെഫർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ till we see next time, this is Nasir Faruddin signing off. Thank you.